80കളുടെ തുടക്കത്തിൽ തിരുവനന്തപുരത്തിന്റെ രാജകീയ വീഥികൾ കീഴടക്കിയ ഈ ആനവണ്ടി വർഷങ്ങൾക്കിപ്പുറം അതേ രൂപത്തിലും അതേ നിറത്തിലും അതേ പാതയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ കവടിയാറിൽ തുടങ്ങാൻ തന്നെ കാരണം ചിത്രേനാൾ മഹാരാജാവാണ് KSRTC ആരംഭിച്ചത്. അപ്പോൾ ആ കവടിയാറിൽ തന്നെ തുടങ്ങിയതുകൊണ്ടാണ് ആ രാജവീതിയിൽ തന്നെ ആദ്യം ഓടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളവിടെ ഉദ്ഘാടനം വെച്ചത്. KSRTCയുടെ ആദ്യ സർവീസ് ആരംഭിച്ച കവടിയാർ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നാണ് വിന്റേജ് ബസിന്റെയും ഫ്ലാഗ് ഓഫ്. രൂപത്തിലും ഭാവത്തിലും പഴയ അശോക് ലെയ്ലാൻഡ് കോമറ്റ് തന്നെ, അതും 80കളിൽ ബസ്സിൽ ഉപയോഗിച്ചിരുന്ന ബസ് ഗ്രീൻ എന്ന നിറത്തിൽ. സീറ്റൊക്കെ നേരത്തെ ഇതുപോലെ സെയിം സീറ്റായിരുന്നു, ചകിരിയിലായിരുന്നു സീറ്റ്. കുറച്ചുകൂടി കട്ടി കൂടിയ റെക്സിനാണ് ഇട്ടിരുന്നത്. നമ്മൾ അത്രയും കട്ടി കൂടിയ റെക്സിൻ ഇട്ടില്ല. നമ്മളെ കയ്യിലുള്ള സാധനം അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങണം, പഴയത് കിട്ടാനില്ല, ആ സൈസ് ഇപ്പോൾ ഇല്ല. ഷട്ടർ മാറ്റിയിട്ട് പഴയ ഓർമ്മകളാണ്. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ബസ് ഈ ബസ്സുകളുടെ ഇടയിൽ കൂടെ ഓടട്ടെ എന്ന് വിചാരിച്ചു. തിരുവനന്തപുരം നഗരത്തിനൂടെ തിരുവനന്തപുരത്താണല്ലോ ഇത് ആദ്യം തുടങ്ങുന്നത്. 52 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബസിന്റെ ഉൾഭാഗവും ലൈറ്റുകളും പഴയ കാലത്തിന്റെ നേർചിത്രമാണ്. പഴയകാല ബസ്സുകളെ പോലെ തന്നെ മുന്നിലേക്ക് തുറക്കാവുന്ന വിൻഡ്ഷീൽഡുകളും ഷട്ടർ വിൻഡോയുമാണ് ബസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല യാത്രയില്ലേ, പഴയ ഓർമ്മകൾ. 5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്, 5 വയസ്സ് സ്കൂളിൽ ചേരുന്നതിന് മുമ്പാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മാത്രമേ നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ. നിറം ഞാനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ പേര് തന്നെ ബസ് ഗ്രീൻ എന്നാണ് ഈ നിറത്തിൻ്റെ പേര്. പുറകെ നോക്കിയാലും നിങ്ങൾ ഇതിനേക്കാളും വേറെ വ്യത്യസ്തമായ ഒരു വ്യൂ ആണ് പുറവശം കാണുന്നതിൻ്റെ. ടൂറിസത്തിന്റെ ഭാഗമായും കല്യാണ ആവശ്യങ്ങൾക്കും ഈ ബസ് ലഭ്യമാകും. മനീഷിനൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം.